പിന്നെ മിസ്റ്റർ മുകുന്ദൻ, ഞാൻ നിങ്ങൾക്കൊരു ചെറിയ സർപ്രൈസ് തരാൻ പോവുകയാണ്. പ്ലീസ്. നീയായിരുന്നു കുണുങ്ങി കുണുങ്ങി എവിടെ പോകുന്നു? പടച്ചോനെ ആഹാരം പറഞ്ഞോരാ. നിങ്ങൾ തമ്മിൽ അത്രയ്ക്ക് അടുപ്പാ? നല്ല അടുപ്പാ. ഞാൻ എന്ത് കൊടുക്കും ഞാൻ? വടക്കേ പോയില്ലേ 500 പറ കണ്ടോ, അന്റെ പേരിൽ എഴുതി തരട്ടെ. ഇത് ഫ്രണ്ട്ഷിപ്പ് ആണ് കേട്ടോ. ആശാന്റെ ദുർനടപ്പ് ഇതുവരെ മാറിയില്ലേ? വേറെ ഒന്നും വിചാരിക്കില്ല. എന്നാ പിടിച്ചോ, നീ നിനക്ക് വേണ്ടി മേടിച്ചോണ്ടോ വന്നാ. പൂക്കുഞ്ഞെ, നിന്റെ മനസ്സിൽ എന്തെങ്കിലും കള്ളപ്പേരുണ്ടെങ്കിൽ അത് വേണ്ട കേട്ടോ. മറ്റുള്ളവർ കൊടുക്കുന്നതൊന്നല്ല, ഇത് ഫ്രണ്ട്ഷിപ്പ് രീതിയിലാണ്. അവൻ എന്താ അശ്വതിയോട് കുശി എനിക്ക് പാരവണിയാണ്. കൊണ്ട് കളയരുത്, ആദ്യമായിട്ട് കൊണ്ടെത്തുന്ന സാധനമാണ്. കൂടുതൽ വലിപ്പിക്കലടാ മോനെ. എന്താടാ ഒരു ഇളക്കം? എന്താ ഇളക്കി കൂടെ? നിനക്ക് ഞാൻ കോഴിയായിട്ട് തോന്നിയിട്ടുണ്ടോ? എനിക്ക് പണ്ട് തോന്നിയിട്ടുണ്ട്. നിങ്ങളൊരു വലിയ കോഴിയാണ്. അങ്ങനെ പറയരുത്. പണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ ഇച്ചിരിയേ ഉള്ളൂ. ഒന്ന് കൊണമറിയാൻ രുചിച്ചു നോക്കണ്ട, മണം കിട്ടിയാ മതി. നമ്മൾ വീട്ടിൽ കഴിഞ്ഞിട്ട് എന്തെങ്കിലും തോന്നി നിനക്ക്? മിണ്ടി കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്നോട് എപ്പോഴും ഇങ്ങനെ വരട്ടെ കാണട്ടെ എന്നൊക്കെ ചോദിക്കും. ഞാൻ വെറുതെ ചോദിച്ചെന്നുള്ളേ ഉള്ളൂ. അത് പിന്നെ ഞാൻ തമാശക്ക് പറഞ്ഞു. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ഞാൻ സഞ്ജുവിന്റെ വീഡിയോ ആദ്യം കാണാൻ തുടങ്ങി ഇവിടെ കാണാൻ വേണ്ടി കേട്ടോ. ഇതൊരു വല്ലാത്ത ജന്മം തന്നെ. അതെ, ഇതൊരു വല്ലാത്ത ജന്മം തന്നെയാ. ഞാൻ ഇതുവരെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്റെ എക്സിന്റെ ഒരു ചെറിയ മോശമൊക്കെ ഉണ്ട്. ഞാൻ ഫോട്ടോ അയച്ചു തന്നില്ല. കറക്റ്റ് അല്ലേ? നിന്നെ പോലെ തന്നെയല്ലേ? പിന്നെ അകാലത്തിൽ അന്തരിച്ചു പോയ എന്റെ പ്രിയപ്പെട്ട മുറപ്പെണ്ണ് എന്റെ ചെമ്പഴന്തിയുടെ മുഖം സാധിച്ചിട്ടുള്ളതിന്റെ പേരിൽ മോനെ സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. അവളെ പോലെയൊക്കെ ഉണ്ടായിരുന്നു. നിന്നെ തേച്ചിട്ട് പോയ ജസ്റ്റ് ജീവനും കൊണ്ട് ഓടിയതാ. ആ തോട്ടക്കാരനെ പറഞ്ഞവിടെ ഞാൻ പെട്ട പാട്. എനിക്ക് വേണ്ടാത്ത ഞാൻ കളയും കേട്ടോ. അത് നിങ്ങളെ നമുക്ക് കിട്ടുമെന്ന് താങ്ങിയതാണല്ലേ. വേണ്ടത് വെച്ചിരുന്നൊരു കാര്യമില്ലല്ലോ, നമ്മൾ കളഞ്ഞേ പറ്റൂ.